നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു പുസ്തകമാണ്. ഇതാണ് ആ പുസ്തകം. ബെന്യാമിൻ 12 യുവ എഴുത്തുകാരും കൂടി ചേർന്ന് എഴുതിയ പുഴമീനുകളെ കൊല്ലുന്ന വിധം. ഇതൊരു കുറ്റാന്വേഷണ നോവലാണ്. ലോക്ക്ഡൗൺ കാലത്ത് ബെന്യാമിനും പിന്നെ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത 12 എഴുത്തുകാരും കൂടി ചേർന്ന് നടത്തിയൊരു പരീക്ഷണ നോവലാണ്. ബെന്യാമിൻ്റെ രണ്ടാമത്തെ പരീക്ഷണ നോവലാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്തത് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നുള്ള ഒരു പുസ്തകത്തെക്കുറിച്ചായിരുന്നു. ഇത് 12 എഴുത്തുകാർ ഒരുമിച്ച് ചേർന്ന് എഴുതിയൊരു കഥയാണ്. അതായത് ഒരു നോവൽ എങ്ങനെയാണ് 12 പേർ ചേർന്ന് എഴുതുക? അതല്പം കൗതുകമുള്ളൊരു കാര്യമല്ലേ? 12 പേരുടെ 12 രീതികളിൽ ഒരു കഥ പറയുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നമുക്കിത് ആസ്വദിച്ച് വായിക്കാൻ കഴിയും. നല്ല രസമുള്ളൊരു പുസ്തകമാണ്. നല്ല രസമുള്ളൊരു കഥയുണ്ട്. കഥയുടെ ത്രെഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം. അതായത് ഒരു വ്യക്തി മോർച്ചറിയിലെത്തുകയാണ്. മോർച്ചറിയുടെ ഫ്രീസറിലെത്തുമ്പോൾ അയാൾക്ക് ജീവനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അയാൾ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ ബോഡി മോർച്ചറിയിലെത്തിയ അതിനെക്കുറിച്ച് പറയുന്നൊരു കഥയാണ്. അതൊരു കുറ്റാന്വേഷണ നോവലാണ്. അതിങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് കുടുക്കുകളും കെട്ടുകളും അഴിഞ്ഞഴിഞ്ഞ് പോകുന്നു. അപ്പോൾ നല്ല ആസ്വദിച്ച് വായിക്കാൻ പറ്റിയൊരു പുസ്തകമാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള 12 എഴുത്തുകാരെക്കുറിച്ച് നമുക്ക് എടുത്തു പറയാതെ വയ്യ. കാരണം ബെന്യാമിനാണ് ആദ്യത്തെ അധ്യായം എഴുതിയിരിക്കുന്നത്. തുടർന്ന് ഓരോ അധ്യായങ്ങളും ഓരോ എഴുത്തുകാരാണ് എഴുതിയിരിക്കുന്നത്. ബെന്യാമിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഴുത്ത് ശൈലിയുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ മറ്റുള്ളവർക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ഈ കഥ വായിച്ചു പോകുമ്പോൾ അതൊട്ടും മുഷിപ്പ് തോന്നുന്നില്ല. പലരുടെ ശൈലികൾ പല രീതിയിലായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. അതൊരൊറ്റ കഥയായി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു എഡിറ്റോറിയലിൻ്റെ ഹെൽപ്പോ ചിലപ്പോൾ അത് ഒരുമിച്ച് ചേർത്തിട്ടുള്ള എഡിറ്റിങ്ങിൻ്റെയൊക്കെ ഭാഗമായിരിക്കാം. എങ്ങനെയായാലും അവരുടെ കഴിവുകളെ നമ്മൾ അംഗീകരിക്കാതെ വയ്യ. ഈ പലരും പല പുസ്തകങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്കെല്ലാവർക്കും എഴുത്തിൻ്റെ ലോകത്ത് വലിയൊരു ഭാവിയുള്ള എഴുത്തുകാരായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഇതുപോലൊരു പരീക്ഷണ എഴുത്തിൻ്റെ ഭാഗമാകുവാനുള്ള ധൈര്യം അതൊരു അപാരം തന്നെയാണ്. പിന്നെ ഈ പുസ്തകം മുന്നോട്ട് പോകുമ്പോൾ ഈ കെട്ട് അല്ലെങ്കിൽ ഈ കഥ അഴിഞ്ഞഴിഞ്ഞ് വരുമ്പോൾ അതൊരു വേറൊരു സാഹചര്യത്തിൽ പല നമ്മളറിയാത്ത ലേയേഴ്സിലോട്ടൊക്കെ കഥ പോകുന്നുണ്ട്. മരിച്ച ഒരാൾ തിരിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എഴുത്തുകാരൻ പോകുന്ന വഴികൾ, പ്രതിസന്ധികൾ എല്ലാം വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ പുസ്തകത്തിൻ്റെ ഒരു പോരായ്മയായി തോന്നിയത് ഇതിൻ്റെ ഒരു ബിസിനസ് ട്രിക്കിന് വേണ്ടി ഉപയോഗിച്ചൊരു കാര്യമായിരിക്കാം. ഇതിൻ്റെ അവസാനത്തെ അധ്യായമാണ്. ഈ DC ബുക്സ് ഈ അവസാനത്തെ അധ്യായം അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അവരത് സീല് ചെയ്ത് ഇങ്ങനെയൊരു പാറ്റേണിൽ ഇതിൽ സീല് ചെയ്താണ് നമുക്ക് അവതരിപ്പിക്കണം. അപ്പോൾ വായനക്കാർ വേണം ഈ സീല് പൊട്ടിച്ചിട്ട് ഇത് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും ചേർത്ത് എഴുതിയത് ബെന്യാമിനാണ്. പിന്നെ വായിച്ചപ്പോൾ മനസ്സിലായി ഇത് പല വായനക്കാരുടെ ഫീഡ്ബാക്ക് എല്ലാം കൂടി ചേർത്ത് എഴുതിയ ഒരു അധ്യായമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു അധ്യായം ഈ പുസ്തകത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അതുവരെയുള്ള അതിൻ്റെ നിലവാരത്തെ ഈ ഒരൊറ്റ അധ്യായം കൊണ്ട് നശിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കഥയിൽ നിന്ന് വേറിട്ട് അല്ലെങ്കിൽ മാറി നിൽക്കുന്നു. അത് ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഫോണ്ടൊക്കെ ഡിഫറെൻ്റ് ആണ്. ശരിക്കും ഈ പുസ്തകത്തിന് ഈ ഒരു അധ്യായത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് എന്തിനു വേണ്ടി എഴുതി ചേർത്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മിക്കവാറും അതൊരു കച്ചവട തന്ത്രമാവാനേ വഴിയുള്ളൂ. ബെന്യാമിൻ എന്നുള്ള പേരിൽ ഇങ്ങനെയൊരു കാര്യം വെച്ചിട്ട് ഈ കഥ കൺക്ലൂഡ് ചെയ്തപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. ശരിക്കും അവിടെ ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി മനോഹരമായ ഒരു കഥയായിട്ട് ഇത് അവസാനിപ്പിക്കാമായിരുന്നു. കാരണം ഒരു കഥ അവസാനിക്കുമ്പോൾ വായനക്കാരുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവശേഷിപ്പിക്കണം. അതെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഭംഗി ഇല്ലാണ്ടായി പോകും. അപ്പോൾ അത്രയാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളൂ. എന്തായാലും ഇത് വായിക്കാൻ പറ്റിയൊരു നല്ല രസമുള്ളൊരു പുസ്തകമാണ്. 12 എഴുത്തുകാരും പിന്നെ ബെന്യാമിൻ്റെ 2 അധ്യായങ്ങളും കൂടി ചേർന്ന് ഏകദേശം 14 അധ്യായത്തോടുള്ള ചെറിയൊരു പുസ്തകമാണ്. വായിക്കാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതെടുത്ത് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു വായനാനുഭവം ഉറപ്പായിട്ട് ലഭിക്കും. പുഴമീനുകളെ കൊല്ലുന്ന വിധം. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ പുഴമീനും കഥയുമായിട്ട് എന്താ ബന്ധം എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് രസമുള്ളൊരു കാര്യമാണ്. എങ്ങനെയായിരിക്കും പുഴമീനുകളെ കൊല്ലുന്നത്? അതുപോലെ ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റുമോ? ആ ഒരു ചോദ്യമാണ് ഈ കഥയിലുള്ളത്. അതെന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഈ പുസ്തകം തന്നെ വായിച്ചു നോക്കൂ. അടുത്ത അധ്യായത്തിൽ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷവുമായി ഞാൻ വീണ്ടും വരും. താങ്ക് യു.